നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഡിസൈൻ പഠനം കേരളത്തിൽ മെയ് 20 വരെ അപേക്ഷ ഫീസ് അടയ്ക്കാം. അപേക്ഷ മെയ് 22 വരെ. ഡിസൈൻ പഠനത്തിന് ദേശീയ തലത്തിൽ പോലും സൗകര്യങ്ങൾ കുറവാണ്. ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് കേരളത്തിലെ 4 വർഷ ഡിസൈൻ ബിരുദ പ്രോഗ്രാം. ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ അത് ഫാഷൻ ഡിസൈൻ എന്ന് പലരും കരുതും. ഇതിനപ്പുറം നാം ഉപയോഗിക്കുന്ന ഏത് സാധനത്തിൻ്റെയും രൂപകൽപ്പനയാണ് BDS പ്രോഗ്രാമിൽ പരിശീലിപ്പിക്കുന്നത്. സ്ഥാപനങ്ങൾ: കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, ചന്ദനത്തോപ്പ്, കൊല്ലം. BDS സർക്കാർ നിയന്ത്രിത സ്വാശ്രയം. 30 സീറ്റുകളാണ് അവിടെയുള്ളത്. DC സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, കിൻഫ്ര പാർക്ക്, കഴക്കൂട്ടം, തിരുവനന്തപുരം. BDS സ്വകാര്യ ശാസ്ത്ര കോളേജാണ്. 30 സീറ്റാണ് അവിടെയുള്ളത്. കോളേജ് ഓഫ് ആർക്കിടെക്ചർ, മുളയറ, തിരുവനന്തപുരം. BDS സ്വകാര്യ ശാസ്ത്രം. 60 സീറ്റുകളാണ് അവിടെയുള്ളത്. സെൻറ്റ് ഗേറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, പത്താമുട്ടം, കോട്ടയം. സ്വകാര്യ ശാസ്ത്രം. ആകെ സീറ്റ് 90 സീറ്റ്. ബാച്ചലർ ഓഫ് ഡിസൈൻ 30, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ 30, ഇൻട്രാക്ഷൻ ഡിസൈൻ 30 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ ക്രമം. KMCT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, മുക്കം, കോഴിക്കോട്. BDS സ്വകാര്യ ശാസ്ത്രം. 30 സീറ്റുകളാണ് അവിടെയുള്ളത്. ഓരോ സ്ഥാപനത്തിൻ്റെയും മെറിറ്റ് സീറ്റുകളുടെ എണ്ണം പ്രോസ്പെക്ടസിലുണ്ട്. യോഗ്യതകൾ നോക്കാം. 40% മാർക്കോടെ ഏതെങ്കിലും വിഷയങ്ങളെടുത്ത് 12ാം ക്ലാസ് ജയിച്ചവർക്കാണ് പ്രവേശനം. സംവരണ വിഭാഗക്കാർക്ക് 40% മതി. പ്രസക്ത ഡിവോക്ക് ആയാലും മതി. OCI വിഭാഗക്കാരെ NRI സൂപ്പർ ന്യൂമറി സീറ്റുകളിലേക്ക് മാത്രം പരിഗണിക്കും. സെലക്ഷൻ: LBS സെൻറ്റർ നടത്തുന്ന KSDAT, കേരള സ്റ്റേറ്റ് ഡിസൈൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് നോക്കിയാണ് സർക്കാർ സീറ്റുകളെ സെലക്ഷൻ. 30 മിനിറ്റ് ടെസ്റ്റിൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ, 100 മാർക്ക്. സോഷ്യൽ ആൻഡ് ബേസിക് സയൻസ് 10 ചോദ്യം, 10ാം ക്ലാസ് നിലവാരം. പൊതുവിജ്ഞാനം 20, ഇംഗ്ലീഷ് 20, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20, ഡിസൈൻ അവയർനെസ് 30 എന്നിങ്ങനെയാണ് ചോദ്യങ്ങളുടെ വിഭജനം. ടെസ്റ്റ് നടത്തുന്ന തീയതിയും കേന്ദ്രങ്ങളും പിന്നീട് അറിയിക്കും. സർക്കാർ സീറ്റുകളിലേക്ക് LBS സെൻറ്റർ ഓപ്ഷൻ സ്വീകരിച്ച് സീറ്റുകൾ അലോട്ട്മെൻറ്റ് ചെയ്യും. ഇതിൽ കേരള സർക്കാരിലെ പ്രൊഫഷണൽ ബാച്ചിലർ ബിരുദ പ്രവേശന മാനദണ്ഡ പ്രകാരം സംവരണമുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അതത് മാനേജ്മെൻറ്റുകൾക്ക് സ്വന്തമായി പ്രവേശനം നടത്താം. പക്ഷേ വിദ്യാർത്ഥികൾക്ക് KSDAT, NATA, UCD, NID, DAT, NIFE അഥവാ സമാനമായ ദേശീയ ടെസ്റ്റിലെ യോഗ്യതയും വേണം. വിവരങ്ങൾക്ക് nata.in, ucwd.iitdac.in, nid.edu/www.nift.ac.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മതിയാവും. അപേക്ഷകൾ: 2025-26 പ്രവേശനത്തിന് മെയ് 20 വരെ അപേക്ഷ ഫീസ് അടയ്ക്കാം. ഓൺലൈൻ അപേക്ഷ മെയ് 22 വരെ സ്വീകരിക്കും. വെബ്സൈറ്റ്: LBS സെൻറ്റർ കേരള gov.in. അപേക്ഷ ഫീസ് 1300 രൂപ. പട്ടികവിഭാഗത്തിന് 650 രൂപ. ട്യൂഷൻ ഫീസ് സെമസ്റ്ററിന് 75,000 രൂപ. തുടക്കത്തിൽ 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റായി അടയ്ക്കണം. അപേക്ഷാ രീതി അടക്കം പൂർണ്ണ വിവരങ്ങളും സൈറ്റിലെ വിജ്ഞാപനം പ്രോസ്പെക്ടസും നോക്കാം. ഹെൽപ്പ് ലൈൻ 0471 2324 396. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.